ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വാണിപ്പറമ്പിലച്ചൻ. മൽക്ക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചൂടേറിയ വിവാദ വിഷയമാണ് മൽക്ക. പുളിപ്പില്ലാത്ത അപ്പമാണോ പുളിപ്പിച്ച അപ്പമാണോ വേണ്ടത്? ഇതാണ് ചർച്ച. അതാണ് വലിയ തർക്കം. മൽക്ക എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം രാജാവ് എന്നാണ്. രാജാവ് മൽക്ക. ഈ സീറോ മലബാർ സഭയില് മൽക്ക എന്ന് പറയുന്ന അതായത് പുളിപ്പുള്ള അപ്പമാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ സീറോ മലബാർ സഭയുടെ നിയമമാണ് ഭാരതത്തിലുടനീളം ഉണ്ടായിരുന്നത്. അന്ന് വേറെ സഭയില്ലല്ലോ, ലത്തീൻ സഭയിൽ നിന്ന് എത്തിയിട്ടില്ല. അപ്പോൾ 16-ാം നൂറ്റാണ്ട് വരെ സീറോ മലബാർ സഭയുടെ നിയമം എന്തായിരുന്നുവോ അതായിരുന്നു ഇന്ത്യയിലൊട്ടാകെ സീറോ മലബാർ സഭയിൽ, അതുപോലെ പിന്നെ കൽതായ നാട്ടിലും ഈ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് മൽക്ക എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പുള്ള അപ്പമാണ്. മൽക്ക എന്ന വാക്കിന് രാജാവ് എന്ന അർത്ഥം പറഞ്ഞല്ലോ. മൽക്ക മെൽക്കി സെദേക്ക് അല്ലേ? സെദേക്ക് എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ധർമ്മം. മെൽക്കി എന്ന് പറഞ്ഞാൽ എന്റെ രാജാവ്. അപ്പോ മെൽക്കി സെദേക്ക് നീതിയുടെ രാജാവ്, ആ വാക്കിന് അർത്ഥതാണ്. അപ്പൊ മെൽക്കി എന്നുള്ളത് അതാണ് മൽക്ക മെൽക്കി സെദേക്കിലെ ആ മെൽക്കിയാണ് ഈ മൽക്ക എന്ന് പറഞ്ഞാൽ രാജാവ്. സുറിയാനിയിലെ മൽക്ക. ഈ ഈശോ എന്ന രാജാവ്, അതാണ് ഇവിടെ തിരുവോസ്തി. അത് പുളിപ്പുള്ള അപ്പമാണ്. പുളിപ്പില്ലാത്ത അപ്പമല്ല, പുളിപ്പുള്ള അപ്പമാണ്. ഈ വീഡിയോ മുഴുവൻ കാണണേ. ഇതിനെ എതിർക്കാൻ വരുന്നവർക്കൊക്കെ എതിർക്കാം, പക്ഷെ ഇത് മുഴുവൻ കേട്ടിട്ട് അത് ആദ്യം ഇതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന കാര്യം ഒന്ന് പറയാം. പുരോഹിതന്മാരോ ഡീക്കന്മാരോ ആണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത്. കാനോൻ 3 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നെസ്റ്റോറിയർ എന്ന് അറിയപ്പെടുന്നവരുടെ കാനോനയിൽ ഗോതമ്പ് പൊടി, നിർമ്മല ജലം, ഒലിവെണ്ണ, ഉപ്പ് എന്നിവ ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി, വെള്ളം, എണ്ണ, ഉപ്പ്. ഗോതമ്പ് പൊടി, നിർമ്മല ജലം, ഒലിവെണ്ണ, ഉപ്പ്. അവ കുഴച്ചു വച്ച് അവയുടെ മേൽ കുരിശടയാളം വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പുരോഹിതന്മാരോ ഡീക്കന്മാരാണ് ചെയ്തിരുന്നത്. പ്രാർത്ഥനകളും സുവിശേഷ വായനയും കഴിഞ്ഞ് പഴയ പുളിപ്പെടുത്ത്, അതാണ് ഈ മൽക്ക എന്ന് പറയണേ. പഴയ പുളിപ്പെടുത്ത് ഒരു നിശ്ചിത പ്രാർത്ഥന ചൊല്ലി മാവിനോട് ചേർക്കണം. കാനോന 4 അത് എഴുതിയിട്ടുണ്ട്. ഇറാഖിലെ എർബിൽ അവിടെ മെത്രാപ്പോലിത്തയായിരുന്ന തിമോത്തി 2 പിന്നീട് അദ്ദേഹം പാത്രിയാർക്കസ് ആയത് 1318 മുതൽ 1332 വരെയാണ് ക്രിസ്തുവർഷം. അപ്പത്തിന് ഉപയോഗിക്കുന്ന ഈ 4 ഘടകങ്ങളുടെ ആധ്യാത്മികത അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അപ്പമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംഗതിയും വിശുദ്ധ പുളിപ്പ്. അപ്പൊ ശരിക്കും 5 ഘടകമുണ്ട്. മൽക്ക രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പുളിപ്പ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. മൽക്ക രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പുളിപ്പ്, അത് മിശിഹായുടെ ആത്മാവിനെ, മിശിഹായുടെ ദൈവിക ആളത്വത്തെ സൂചിപ്പിക്കുന്നു. മൽക്ക, ഈ പുളിപ്പ്, വിശുദ്ധ പുളിപ്പ് മിശിഹായുടെ ആത്മാവിനെ അല്ലെങ്കിൽ ദൈവിക ആളത്വത്തെ സൂചിപ്പിക്കുന്നു. ഈ തിമോത്തി 2 പാത്രിയാർക്കസ് നൽകുന്ന വ്യാഖ്യാന ഗംഭീരാണ്. കർത്താവിന്റെ ആളത്വം ദൈവിക ആളത്വമാണ്. അതാണ് ഈ വിശുദ്ധ പുളിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ മനുഷ്യ ശരീരം 4 ധാതുക്കൾ കൊണ്ട് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ 4 സംഗതികൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. ഭൂമി, ജലം, വായു, അഗ്നി. പഞ്ചഭൂതങ്ങൾ അറിയാലോ ഇല്ലേ? ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. അതിൽ ആകാശം ഈഥർ എന്ന് പറയും. ഈഥർ, അതാണ് ഈശോയുടെ ദൈവിക ആളത്വം. ആകാശം, ആത്മാവ്. ബാക്കി 4 കാര്യങ്ങളാണുള്ളത്. ഭൂമി, ജലം, വായു, അഗ്നി. ഗോതമ്പ് ഭൂമിയെ, മണ്ണിനെ സൂചിപ്പിക്കുന്നു. വെള്ളം ജലത്തെ സൂചിപ്പിക്കുന്നു, നിർമ്മല ജലം. വായു ഇവനെ സൂചിപ്പിക്കാൻ എണ്ണ, അഗ്നിയെ സൂചിപ്പിക്കാൻ ഉപ്പ്. അപ്പൊ നോക്കുക, പഞ്ചഭൂതങ്ങളിലെ 5 ഘടകങ്ങളായി. ആകാശം, അത് ഈശോയുടെ ദൈവിക ആളത്തെ സൂചിപ്പിക്കാൻ വിശുദ്ധ പുളിപ്പ്. പിന്നെ പഞ്ചഭൂത 4 സംഗതികളാണ്: ഭൂമി, ജലം, വായു, അഗ്നി. ഈ ഭൂമി അല്ലെങ്കിൽ മണ്ണിനെ സൂചിപ്പിക്കാൻ ഗോതമ്പ്, അതിന്റെ നിറവും മണ്ണിനോട് അല്പം ചേർന്ന് പോകുന്നതാണ്. വെള്ളത്തെ സൂചിപ്പിക്കാൻ, നിർമ്മല ജലത്തെ സൂചിപ്പിക്കാൻ വെള്ളം. ഒലിവെണ്ണ വായുവിനെ സൂചിപ്പിക്കുന്നു, ഉപ്പ് അഗ്നിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈശോയുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും, പഞ്ചഭൂതം 4 കൊണ്ട്, അതിൽ ആകാശം എന്ന ഘടകം, ആത്മാവ്, അവന്റെ ദൈവിക ആളത്വം, അതാണ് വിശുദ്ധ പുളിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഈ പാത്രിയാർക്കസിന്റെ വ്യാഖ്യാനം.
അതിഗംഭീരമല്ലേ ഈ വ്യാഖ്യാനം? സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ്? ഈശോ അന്ത്യത്താഴത്തിലെ പുളിപ്പില്ലാത്ത അപ്പമല്ലേ ഉപയോഗിച്ചത്? പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് എവിടെയാണ് തെളിവുള്ളത്? അപ്പൊ പറയും പെസഹാ വിരുന്നിന് പുളിപ്പില്ലാത്ത അപ്പമല്ലേ ഉപയോഗിച്ചിരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാ. പക്ഷെ ഈശോ യഹൂദരുടെ പെസഹാ തിരുനാളാണോ ആഘോഷിച്ചത്? അല്ല. എന്നാ ഈശോ മരിച്ചത്? പെസഹാ തിരുനാളിന്റെ തലേദിവസം 3 മണിക്ക് അല്ലേ? 3 മണിക്ക് മഹാപുരോഹിതൻ കുഞ്ഞാടിനെ ദേവാലയത്തിൽ അറക്കുന്നത് 3 മണിക്കാണ്. ആ 3 മണിക്ക് കർത്താവോട് അറക്കപ്പെട്ടു. അന്ന് വൈകിട്ട് 6 മണിക്കല്ലേ പെസഹ ഭക്ഷിക്കേണ്ടത്? ഈ പറഞ്ഞ പെസഹ തിരുനാളാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോ പെസഹ തിരുനാളിന്റെ തലേ ദിവസം 3 മണിക്ക് അറക്കപ്പെട്ടു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു എന്നാണ് പൗലോസ് പറയണേ. പെസഹ തിരുനാൾ അന്ന് വൈകിട്ട് 6 മണിക്ക് 3 മണിക്ക് കർത്താവ് മരിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും സമാന്തര സുവിശേഷകന്മാർ പറയുന്നുണ്ട് പെസഹ. അത് ദൈവശാസ്ത്രമാണ്. ചരിത്രമനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതാണ്. പണ്ട് യോഹന്നാന്റെ സുവിശേഷമാണ് ദൈവശാസ്ത്രം, സമാന്തര സുവിശേഷങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കയാണ് ചരിത്രം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനൊക്കെ മറിച്ച് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു, സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. യോഹന്നാനാണ് ചരിത്രത്തോട് ഏറ്റവും അടുത്ത് വരുന്നത്. മറ്റൊരു പെസഹായുടെ ദൈവശാസ്ത്രം വെച്ചിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചരിത്രപരമായി ഈശോ കൊല്ലപ്പെട്ടത് പെസഹാ തിരുനാളിന് തലേ ദിവസം 3 മണിക്കാണ്. അപ്പൊ ഈശോ കഴിച്ചത് പെസഹാ തിരുനാളല്ല. നിങ്ങൾക്ക് തെളിവുകൾ വേണമെങ്കിൽ, ഇപ്പൊ മാണിപ്പറമ്പച്ച പറഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട, തെളിവുകൾ വേണമെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, നസ്രത്തിൽ യേശു, 3 വോളിയം ഉണ്ട്. ഞാനത് മലയാളത്തിലാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എപ്പോഴാണ് ഈശോ പെസഹ ഭക്ഷിച്ചത്, അത് പെസഹ തിരുനാളായിരുന്നു, പെസഹ ഭക്ഷണമായിരുന്നോ, നീണ്ട ചർച്ചയാണ് ബെനഡിക്ട് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. അതിന്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. ജോൺ പി മേയർ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥകർത്താവുണ്ട്. ദ മാർജിനൽ ജ്യൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പല വോളിയങ്ങളുള്ള ഒരു പുസ്തകമുണ്ട്. അതിന്റെ ഗവേഷണം ചെയ്ത പുസ്തകമാണ്. അതിന്റെ വെളിച്ചത്തില് വളരെ ലളിതവും എന്നാൽ അതിഗംഭീരമായ ഒരു വ്യാഖ്യാനമാണ് ബെനഡിക്ട് മാർപ്പാപ്പ നൽകുന്നത്. ഈ ജോൺ പി മേയറുടെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാ. എന്താണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്? ഈശോ കഴിച്ചത് ഈശോയുടെ തനത് പെസഹയാണ്, യഹൂദരുടെ പെസഹയല്ല. ഈശോ അന്ത്യത്താഴം എന്ന് പറയുന്നത് പെസഹ ഭക്ഷണമല്ല. എന്നാൽ പെസഹ ഭക്ഷണമാണ്. പക്ഷെ അത് യഹൂദരുടെ പെസഹയല്ല, ഈശോയുടെ തനത് പെസഹ. അതുകൊണ്ടാണ് കുഞ്ഞാടിന് പകരം, അറുക്കപ്പെടുന്ന കുഞ്ഞാടിന് പകരം ഈശോയാണ് അറുക്കപ്പെടുന്നത്. യഹൂദരുടെ പെസഹ ആണെങ്കിൽ അവിടെ ആട്ടിറച്ചി വേണ്ടേ, മാട്ടിറച്ചി വേണ്ടേ? എവിടെയാ അവിടെ? ഇല്ലില്ല. ഈശോയാണ് കുഞ്ഞാട്. അപ്പോൾ ഈശോ അനുഭവിച്ചത്, ആസ്വദിച്ചത് യഹൂദരുടെ പെസഹയല്ല, ഈശോ പുതുതായി ഉണ്ടാക്കിയ പെസഹയാണ്. ആ പുതുതായി ഉണ്ടാക്കിയ പെസഹയിൽ ഈശോ തന്നെയാണ് അപ്പം, ഈശോ തന്നെയാണ് വീഞ്ഞ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? മത്തായിയുടെ സുവിശേഷം 13:33 ഈശോ പറയാണ്, അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം, ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ അതെല്ലാം പുളിക്കുവോളം ചേർത്തു. ഒരു സ്ത്രീ, പരിശുദ്ധ കന്യകാമറിയം, എടുത്ത് ഈ പുളിപ്പ്, അതാരാ? ഈശോ. ഓട്ടോ ബസിലൈയ എന്നാണ് ഒരിജിൻ പറയണേ ദൈവരാജ്യത്തിന്. അത് ഒരാളാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞ ഒരു ആളാണ്. ഈശോ എന്ന ആളിൽ ദൈവം ഭൂമിയിൽ വന്നതിനാണ് ദൈവരാജ്യം എന്ന് പറയണേ. ഈ ഭൂമിയുടെ കൺട്രോൾ എടുക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. അതാണ് ദൈവരാജ്യം, ദൈവഭരണം. ഈശോ എന്ന ആളാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തെ കുറിച്ച് എന്താ പറയുന്നത്? സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ അതെല്ലാം പുളിക്കുവോളം ചേർത്തു. ഈശോ എന്ന പുളിപ്പുള്ള അപ്പം, അതാണ് ഈ പറയുന്ന സംഗതി. മാത്രമല്ല, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് കുർബാന അർപ്പിക്കുന്നുണ്ട്. അത് പെസഹായുടെ ദിവസമല്ലല്ലോ, ഉത്ഥാന ദിവസമല്ലേ, ഉയർപ്പിന്റെ ദിവസമല്ലേ. അന്ന് പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിച്ചത് അല്ല, പുളിപ്പുള്ള അപ്പം. പിന്നെ 40 ദിവസം കർത്താവ് കുർബാന അർപ്പിച്ച കാര്യം ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ഒരു വീഡിയോ ഉണ്ട്. ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ്, ഉപ്പ് തിന്നുന്ന ഉത്തിതൻ. നിങ്ങൾക്കത് വായിച്ചു നോക്കാം, ആ വീഡിയോ കണ്ട് കാണാം. അതിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്, ഉപ്പ് തിന്നുന്ന ഉത്തിതൻ. ഉപ്പ് ഭക്ഷിച്ചതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഉപ്പ് ഭക്ഷിക്കലല്ല, മറിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരു ടേമാണ്. സിനലിപ്സമെനോസ് എന്നാണ് അതിന്റെ ഗ്രീക്ക്, അല്ലേ? സിനലിപ്സമെനോസ് എന്ന് വെച്ചാൽ ഒരുമിച്ച് ഉപ്പ് ഭക്ഷിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം. ആ ഉടമ്പടി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. പുതിയ ഉടമ്പടി എന്നുള്ള വാക്ക് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് കുർബാനയ്ക്ക് മാത്രമാണ്. അപ്പോൾ എമ്മാവുസിൽ വെച്ചും
40 ദിവസവും കർത്താവ് പുളിപ്പില്ലാത്ത അപ്പമല്ലല്ലോ ഉപയോഗിച്ചത്, പുളിപ്പുള്ള അപ്പമാണ്. പുളിപ്പുള്ള അപ്പം യേശു തന്നെയാണ്. അത് സ്ത്രീ പുളിച്ച മാവ്, ഈ ഈസ്റ്റ് 3 പറ മാവിൽ ചേർത്തതിന് തുല്യം. അതാണ് ദൈവരാജ്യം. കുർബാനയെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ഈ മത്തായി സുവിശേഷം 13:33. ക്രിസ്തുവാണ് ഈസ്റ്റ്, പുളിച്ച മാവ്. അത് 3 പറ മാവിൽ ചേർത്തു എന്ന് വെച്ചാൽ ഈ ലോകമാകുന്ന ഈ പിണ്ടത്തിൽ ചേർത്തു. ക്രിസ്തു എന്ന ഇച്ചിരോളം ഉള്ള പുളിപ്പ് അത് ചേർത്തത് മറിയമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഇല്ലേ എടുത്തു വെച്ചിട്ട് ഒരു ഉപമ കർത്താവ് സൃഷ്ടിച്ചിരിക്കുക തന്നെ കുറിച്ച് പഠിപ്പിക്കാൻ. ചുരുക്കത്തില് യഹൂദരുടെ പെസഹയല്ല കർത്താവ് ആസ്വദിച്ചത്. ക്രിസ്തു പുതുതായിട്ട് ഒരു പെസഹ സൃഷ്ടിക്കുകയായിരുന്നു. അത് താനാകുന്ന പുളിപ്പുള്ള അപ്പമായിട്ടാണ്. പുളിപ്പുള്ളത് ദൈവരാജ്യത്തിന്റെ പുളിപ്പ് ഈശോയാണ്. ഈ ദൈവശാസ്ത്രമാണ് സീറോ മലബാർ സഭയിലും കൽദായ സഭയിലും പിന്തുടർന്നത് ഈ 16 നൂറ്റാണ്ട് വരെ. പിന്നീട് പല പ്രശ്നങ്ങളുണ്ടായി, ഉദയംപെരുസൂനത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും തീർന്നില്ല. ഈ പറഞ്ഞ പുളിപ്പെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കെമിക്കൽ സംഗതി അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധ പുളിപ്പ്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈസ്റ്റ് അല്ല. പിന്നെ എന്താണിത്? അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കേൾക്കാം. ഇന്നത്തെയും നാളത്തെയും വീഡിയോ പല പ്രാവശ്യം കേട്ട് നിങ്ങൾക്ക് എറണാകുളത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം. കാരണം അവർക്ക് ഇതേക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി അയച്ചു കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമായിരിക്കും അത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.